ഇന്ന് പുതുപ്പള്ളിയും കേരളവും ഇടതുപക്ഷ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്ന ദിവസമാണ്. പല പ്രതിഷേധങ്ങളുണ്ട്, ഒന്നല്ല. എൻ്റെ പിതാവിനെ അന്യായമായി 1-2 വർഷമല്ല 9 വർഷക്കാലം ഈ സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇവരും വേട്ടയാടിയത് മാത്രമല്ല, വേട്ടയാടൽ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്, ഒരു സംശയവും വേണ്ട. അത് വലിയ പ്രതിഷേധമാണ്. പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിലേറ്റ മുറിവാണത്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങി. ആ ഒരു വേട്ടയാടൽ ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തെ ഫണ്ട്സ് തരാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന തരത്തിലുൾപ്പെടെ ഉള്ള വേട്ടയാടൽ നടന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്, അതും പ്രതിഷേധമാണ്. ഒപ്പം ഞാൻ കയറിയതിന് ശേഷം 9 വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ടൊന്ന് പൊയ്ക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പാലങ്ങൾ അത് ഇപ്പോഴും തൂളിൽ നിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ നിർത്തി അവിടെ നിൽക്കുക. അപ്പം വേട്ടയാടി മാത്രമല്ല, ഈ മണ്ഡലത്തോടും കാണിച്ച അന്യായങ്ങൾ ചെറുതല്ല. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ എൻ്റെ പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷന് എൻ്റെ പിതാവിൻ്റെ പേരിട്ടു. മറക്കാൻ ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ 9 വർഷക്കാലം പല രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേട്ടയാടി. ഇന്ന് അതേ പണി തീരാത്തൊരു സ്ഥാപനത്തിന് അത് അദ്ദേഹത്തിൻ്റെ പേരിടണോ? അത് വേട്ടയാടൽ തന്നെയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഞങ്ങൾ വേട്ടയാടിയതിന് തുല്യമായിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ നാടിനെ ആകെപ്പാടെ ബാധിച്ച പ്രശ്നമാണ്. ഇതൊക്കെ പ്രതിഷേധങ്ങളുണ്ട്. അത് ജനം ഇന്ന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ പ്രതിഷേധം കാണിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കറുപ്പ് പ്രതിഷേധത്തിൻ്റെ ഇതാണ്. ഇന്ന് കറുപ്പ് കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും പറയാൻ, കറുപ്പ് കണ്ടാൽ ഇന്ന് പലർക്കും പ്രശ്നമാണ്. ഇത് കറുപ്പ് എന്നുള്ളത് ഇവിടുത്തെ ഈ സമൂഹത്തിന്റെ വലിയ എന്താ പറയുക ആചാരത്തിന്റെ കൂടെ ഭാഗ്യമെന്ന് വിചാരിച്ചുള്ളൂ. നിങ്ങൾ ക്യാമ്പയിനിൽ ഉന്നയിച്ചത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സോളാർ കേസിലടക്കം ഉമ്മൻചാണ്ടി സാറിനെ ഈ രീതിയിൽ ഈ വേട്ടയാടി എന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പിതാവിനെ വേട്ടയാടി എന്ന് പറഞ്ഞുകൊണ്ട് സംശയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ CBIയുടെ റിപ്പോർട്ടൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചർച്ചയായോ? ഞാൻ പലതവണ പറഞ്ഞില്ലേ ചർച്ച ചെയ്തോ? അദ്ദേഹത്തിനെതിരെ CBI എൻക്വയറി നിങ്ങൾ ഓർത്തു നോക്കൂ. ഒരു കുടുംബത്തിൻ്റെ വേദന. ആദ്യം 3 വർഷക്കാലം ഇല്ലാത്ത കഥകളുണ്ടാക്കി മാധ്യമങ്ങളിലൂടെ വേട്ടയാടുക. അത് കഴിഞ്ഞിട്ട് CBI എൻക്വയറി. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് റേപ്പ് കേസിൻ്റെ ചാർജ് ഞാൻ പറയണോ? അപ്പം എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും ചെയ്തില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എല്ലാ പ്രതിഷേധവും ഇന്ന് കേരളം രേഖപ്പെടുത്തുന്ന ദിവസമാണെന്ന് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള ദിവസമാണ്. അതുകൊണ്ട് ആ വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത്. അതിൽ എന്താ പറയുക, സ്വർണ്ണക്കൊള്ളയും അതിൻ്റെ വളരെ വലിയ ഇഷ്യൂ ആണ്. ഒരു സർക്കാരിൻ്റെ കാലത്ത് നടക്കാത്ത വിധം ഈ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കാനും സ്വർണ്ണക്കൊള്ള നടത്താനും കൂട്ടുന്നൊരു സർക്കാരിനെതിരെയുള്ള കൂടി പ്രതിഷേധമാണിത്. ഇതൊക്കെ അതൊന്നൊരു റിലവന്റ് ഇഷ്യൂ അല്ലല്ലോ. UDF സർക്കാർ ഒരു കാര്യം ഉറപ്പാണ്, ആര് മന്ത്രിയായാലും ഇല്ലേലും UDFന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. ഒരു കോൺഗ്രസ്സുകാരൻ ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രി ആയിരിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന, രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്ന, സോണിയാഗാന്ധി തീരുമാനിക്കുന്ന, മല്ലികാർജ്ജുന ഖാർഗെ തീരുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരിക്കും. ആ ദിവസത്തിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധം കൂടെ ഉണ്ടെന്ന് വെച്ചോ. ഞങ്ങൾക്ക് സർക്കാർ വരാത്ത, സർക്കാരിൻ്റെ തെറ്റായ തീരുമാനത്തിലുള്ള പ്രതിഷേധം കൂടി ഉണ്ട്.